വി.ഡി. സതീശൻ എന്ന ഞാൻ സീറ്റിന്റെ ആ ജനവിധിയിലുണ്ടായിരുന്നു വി.ഡി. എന്ന രണ്ടക്ഷരത്തിന്റെ മാന്ത്രിക ശക്തി. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനു വേണ്ടി UDF-നു വേണ്ടി പടനയിച്ചവൻ തന്നെ ഇതാ നാട് ഭരിക്കാൻ നിയോഗിച്ചിരിക്കുന്നു. കാലത്തിന്റെ കാവ്യനീതി തന്നെ. കേരളത്തിന്റെ ബഹുഭൂരിപക്ഷവും ഒരു നേതാവിനു വേണ്ടി ആർത്തു വിളിച്ചു, വി.ഡി. സതീശൻ. 3000 കിലോമീറ്റർ അകലെ അങ്ങ് ന്യൂഡൽഹിയിലും ഇത് പ്രകമ്പനമായി. കേരളത്തിന്റെ ജനവികാരം ഇന്ദ്രപ്രസ്ഥത്തിലും ആഞ്ഞടിച്ചു. അനിശ്ചിതത്വത്തിന്റെ വേനൽ മഴ ചൊരിഞ്ഞ 11 ദിനരാത്രങ്ങൾക്കൊടുവിൽ കേരളം കാത്തിരുന്ന ആഗ്രഹിച്ച ആ രണ്ടക്ഷരം. വി.ഡി. മുഖ്യമന്ത്രി കസേരയിലേക്ക്. അനന്തപുരിയുടെ മണ്ണിൽ പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൗസിൽ നിന്ന് 2.5 കിലോമീറ്റർ അപ്പുറം മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലേക്ക് വി.ഡിയുടെ രാഷ്ട്രീയ ജീവിതം വിധിമാറ്റിയെഴുതുന്നു. രാഷ്ട്രീയ കേരളത്തിൻ്റെ ഭൂപടത്തിൽ ഇത് മനോഹരമായ കൂടുമാറ്റം. ജനവിധിയുടെ അപാരമായ ശക്തിയും മനോഹാരിതയും തന്നെയാണിത്. വി.ഡിയുടെ ഭരണമികവിൽ പുതിയുഗ കേരളം പിറവി കൊള്ളട്ടെ. കേരള വിസ്മയചന്തം പ്രാപിക്കട്ടെ. ജാതിമത സമുദായ സ്വജനപക്ഷ സങ്കുചിത ശക്തികൾ കടലിൽ ചാടട്ടെ. മതേതര കേരളം നവകേരളം ഉദയം കൊള്ളട്ടെ. നിലപാടുകളുടെ രാജകുമാരൻ. നിശ്ചയദാർഢ്യത്തോടെ കേരളം ഭരിക്കട്ടെ. ആ മനുഷ്യന്റെ ഉറച്ച ശബ്ദം കേരളത്തിന്റെ പുത്തൻ പ്രതീക്ഷയാണ്. വി.ഡി. എന്ന ശുഭ്രവസ്ത്രധാരിയിൽ കേരളം അത്രമേൽ പ്രതീക്ഷിക്കുന്നുണ്ട്. കേരളത്തിന് പുതിയ മൺസൂൺ, പുതിയ മഴക്കാലം വന്നെത്തിയിരിക്കുന്നു. പ്രക്ഷുബ്ധമാവുന്ന കേരളത്തിന്റെ കടലും വിളിച്ചു പറയുന്നു. വി.ഡി. വടശ്ശേരി ദാമോദരൻ മകൻ സതീശൻ. കേരളത്തിന്റെ 1-ാം നമ്പർ കാറിലേക്ക് വി.ഡി. എന്ന 61-കാരൻ. വിധിയുടെ വിസ്മയം തന്നെ ഈ കാഴ്ച. ഇത് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം, ജനവികാരത്തിൻ്റെ പ്രതിഫലനം. കേരളത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രിക്ക് A+ മീഡിയയുടെ ആശംസകൾ.